ഹലോ, ഹായ് കൂട്ടുകാരെ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്കക്കുരു അല്ലേ, നാട്ടിൽ നിന്ന് ചക്കക്കുരു കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പുറന്തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ റെഡ് കളറിലുള്ള കരിന്തൊലി അല്ലേ, ഇങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഇങ്ങനെയുള്ളത് മാത്രം കളയണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല ഔഷധ ഗുണമുള്ളതാണ്, ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു പറച്ചിലുള്ളത് കാരണം അപ്പം ഞാനതിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം ഞാൻ അരിയാൻ പോവാണേ. അത് നമുക്കിന്ന് ചക്കക്കുരു തോരൻ വെക്കാൻ പോവാം. ഓക്കേ, ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരന് വേണ്ടിയതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് അരപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതിന് ഫാനിനകത്തിലൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ശരിയാക്കി എടുക്കാം. ചേർത്തിരിക്കുന്നത് തേങ്ങ, ജീരകം, ശകലം ജീരകം, മഞ്ഞൾ പൊടി, നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്ന മഞ്ഞൾ പൊടിയാണ് കേട്ടോ. അതാണ് ഇച്ചിരി മഞ്ഞൾ അങ്ങോട്ട് ചേർത്ത് നല്ല കളറുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അയ്യത്ത് നിന്ന് വിളവെടുത്തിട്ട് അത് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്ന മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ പൊടി, പിന്നെ അതുപോലെ തന്നെ ജീരകം, 2-3 വെളുത്തുള്ളി, അതിനുശേഷം ഒരു ശകലം സവാള അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരന് റെഡിയാക്കാൻ പോവുകയാണ്. ഓക്കെ, ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്വാദിഷ്ടമായ ചക്കക്കുരു തോരൻ കൂട്ടി ചോറ് കഴിക്കാം. ഓക്കെ, വരൂ ഗായ്സ്, വാ കൂട്ടുകാരെ, നമുക്ക് ചക്കക്കുരു തോരൻ കൂട്ടി ചോറ് കഴിക്കാം, ഫുഡ് കഴിക്കാം. ഓക്കെ, ബൈ.